പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ. അളവില്ലാത്ത സകല നന്മ സ്വരൂപമായിരിക്കുന്ന സർവ്വസ്വര കർത്താവെ, എളിയവരും നന്നേറ്റ ബലഹീനമായിരിക്കുന്ന പാപികളുമായിരിക്കുന്ന അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരായിരിക്കുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദൈവമേൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്നും പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസമെന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ഒന്നാം രഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ പീഡകൾ സഹിച്ച് മരിച്ചതിൻ്റെ മൂന്നാം നാൾ ജയസന്തോഷങ്ങളുടെ ഉയർത്തെഴുന്നള്ളിയെ ധ്യാനിക്കുക. സ്വർഗ നിയോഗങ്ങൾ. ഷാരി ഡേവിഡ്, പുളിക്കൽ, ചാലക്കുടി. ഡിയോണിനും സിനുവിനും കുഞ്ഞുങ്ങളുണ്ടാകുവാൻ, വിനുവിൻ്റെ കല്യാണം നടക്കുവാൻ, നീലിഷയുടെ കല്യാണം നടക്കാൻ. പിങ്കി സുബിൻ, വലിയ പാലയ്ക്കൽ, ട്രിവാൻഡ്രം. ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയുടെ കൂടെ താമസിക്കുന്ന മകന് മാനസാന്തരം ഉണ്ടാകുവാൻ. മോൾക്ക് 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് കിട്ടുന്നതിന്. ലൗലിയുടെ കടബാധ്യത മാറുന്നതിന്. ഉഷകുമാരി ഡി, മുക്കാൽ, വലിയ വീട്. മകൻ്റെ രോഗം മാറുന്നതിന്, പുകവലി മാറുന്നതിന്, ജോലിക്ക് പോകുന്നതിന്, കുടുംബജീവിതം നല്ലതാകാൻ. ഗിരിജകുമാരി, ശശിമന്ദിരം, തോട്ടത്തുമുറി. ഭർത്താവിൻ്റെ രോഗസുഖത്തിനു വേണ്ടി. പ്രമാണ വീടിൻ്റെ ലോൺ ജപ്തിയിൽ നിന്നും എടുക്കുന്നതിന്. ലോൺ 20-ാം തീയതിക്ക് മുമ്പ് കിട്ടുന്നതിന്. കുട്ടിയമ്മ, കുരുവിള, പുറം പിന്താനം, കോട്ടയം. കാലിൻ്റെ വേദന മാറാൻ. സിൽവിൻ ഓസ്റ്റിൻ്റെ അവസ്ഥ മാറാൻ. ജോലി കിട്ടുന്നതിന്. റിനൽ മാവേലി, കുമ്പസാരം നടത്തുന്നതിന്. ഡിവോഴ്സ് കേസ് മാറുന്നതിന്, രോഗസൗഖ്യത്തിന്.
രശ്മി പി പൗടിക്കൽ. പിതാവിൻ്റെ രോഗശാന്തിക്ക് വേണ്ടി മകൻ്റെ അലസത മാറുന്നതിന് സ്വന്തമായി CF എടുക്കുവാനും കുടുംബസമാധാനത്തിന് വേണ്ടി മീര ആർക്കോളജിത്തിൽ പൂർണ്ണ സംരക്ഷണത്തിന് പൂർണ്ണ ആരോഗ്യം കിട്ടുന്നതിന് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിക്കുന്നതിന് പഠനത്തിന് ജോലിക്ക് വേണ്ടി മനുവൽ ആർക്കോങ്കത്തിൽ പൂർണ്ണ ആരോഗ്യ സംരക്ഷണത്തിന് വിവാഹം നടക്കുന്നതിന് വിസ പുതുക്കാൻ റേഞ്ചൽ വർഗീസ് തിരുവനന്തപുരം മകൻ്റെ ഡിപ്രഷൻ മാറുന്നതിന് 8 വർഷമായി കുഞ്ഞ് ലഭിക്കാതിരിക്കുന്നത് തടസ്സം മാറുന്നതിന് സഹോദരൻ്റെ മകൻ്റെ ജോലിക്ക് വേണ്ടി സോഫിയ ബെനഡിക്റ്റ് കലൂർ സ്ഥിരമായി ജോലി കിട്ടുന്നതിന് കുടുംബസമാധാനത്തിന് സുമ കൊല്ലം സുമയുടെ വിസ തടസ്സം മാറിക്കിട്ടാൻ രോഗശാന്തിക്ക് വേണ്ടി ജോർജ് KY കിഴക്കേടത്ത് വീട് കൃപാസനത്തിലെ ശുശ്രൂഷകരെയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനും ആനയും അനുഗ്രഹിക്കുന്നതിന് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവ് നിറയുന്നതിന് ഷാരുലാൽ പണപ്പടം വൈക്കം ഹൃദയത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിക്കിട്ടുന്നതിന് RAS പരീക്ഷ ജയിച്ച് ജോലി ലഭിക്കാൻ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും തൊഴിൽ തടസ്സവും മാറിക്കിട്ടുന്നതിന് ജോൺ C ജോസ് പള്ളിവാതിൽക്കൽ റൂരാട്ടി ജോൺസിയുടെ മുഖത്തിലുള്ള വെളുത്ത പാടുകൾ മാറാൻ ജോൺസിക്ക് ഇൻ്റർവ്യൂ പാസ്സായി നല്ലൊരു കമ്പനിയിൽ ജോലി ലഭിക്കാൻ സിനിക്ക് ആമവാദം മാറാൻ അലക്സ് ജോസഫ് കുട്ടുങ്കൽ തുമ്പോളി ആലപ്പുഴ കൃഷി പാട്ടത്തിനെടുത്ത് നടത്തുന്നതിന് പാട്ടത്തുക കുറച്ച് തരുവാൻ സ്ഥലത്തിൻ്റെ ഉടമയ്ക്ക് കനിവുണ്ടാകുന്നതിന് ലിസി മാർട്ടിൻ തോമസ് മോൻ്റെ ദേഹത്തുള്ള കുരുക്കൾ മാറിക്കിട്ടുന്നതിന് PNS എന്ന അസുഖങ്ങൾ മാറാൻ നല്ല വിലയ്ക്ക് സ്ഥലം വിൽപ്പന നടക്കാൻ സിന്ധു S നന്ദനം ഹരിപ്പാട് നല്ല മാർക്കോടെ 4th സെം പാസ്സാകാൻ ഭർത്താവിൻ്റെ ശമ്പളത്തിൽ ഉയർച്ച ഉണ്ടാകാൻ കുടുംബത്തിൽ മാനസികവും ആരോഗ്യപരവുമായ സംരക്ഷണം ലഭിക്കാൻ ഷോബിൻ ജോസഫ് കോട്ടയം 10th എക്സാമിന് മകന് 90% മാർക്ക് ലഭിക്കാൻ വിമൽ എലിസബത്ത് സ്റ്റാൻലി കോട്ടയം മോൾ എന്നും ദൈവാരൂപിയിൽ വളരാൻ ശരീരത്തിലെ കുരുക്കൾ മാറുന്നതിന് പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിന് ഹെലിന പോൾ കുവംകാട്ടയിൽ UK-യിൽ നേഴ്സിംഗ് പഠിക്കുന്ന മകൾക്ക് നന്നായി പഠനം പൂർത്തീകരിക്കാൻ പാർട്ട് ടൈം ജോലി നൽകി അവളെ അനുഗ്രഹിക്കാൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാൻ ഷൈനി രാജൻ മഠത്തിൽ പറമ്പിൽ ഭർത്താവിൻ്റെ മാനസിക പ്രശ്നങ്ങൾ മാറുന്നതിന് മകൻ കല്യാണം കഴിച്ച കുട്ടി ഹിന്ദുവാണ്, അത് ക്രിസ്ത്യാനിയാകുന്നതിന് പള്ളിയിൽ ചേരുന്നതിന് ചെറുമകളുടെ അലർജി മാറുന്നതിന് വേണ്ടി ജോസി കുര്യൻ വട്ടകുന്നേൽ വടക്കഞ്ചേരി സഹോദരന് നല്ല കുടുംബജീവിതം ലഭിക്കാൻ കുടുംബത്തോടൊപ്പം നിന്ന് ജോലിക്ക് വേണ്ടി സ്ഥലത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ മിനി ജോർജ് നിമവരിയ കിഴക്കയിൽ പുതുപ്പടി ചിട്ടി വീഴുന്നതിന് കടബാധ്യത നീങ്ങുന്നതിന് നിഹയുടെ പഠനത്തിന് വേണ്ടി ട്രാൻസ്ഫർ ലഭിക്കുന്നതിന് വേണ്ടി ഷെർലി ചെറിയാൻ വൈപ്പിൻ ആഷ്ലിയുടെ OET പാസ്സാകാൻ PR കിട്ടാൻ ഓസ്ട്രേലിയ രജിസ്റ്റർ
രജിസ്ട്രേഷൻ കിട്ടുന്നതിന് കടബാധ്യത തീർന്നു കിട്ടാൻ. മിനിയസ് കൃപാലയം തിരുവനന്തപുരം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി മാറ്റാൻ. സുജയുടെ കുടുംബത്തിൻ്റെ കടം മാറുന്നതിന്. പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം കുടുംബത്തിലുണ്ടാകുന്നതിന്. പ്രിയ ലക്ഷ്മി കാർത്തിക ഭവൻ വെള്ളയാണി തിരുവനന്തപുരം കുടുംബത്തെ കൃപാസനത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റാൻ. കാലിൻ്റെ വേദനയും പെരുപ്പ് മാറാൻ. മകളുടെ രോഗസംബന്ധമായ അസ്വസംബന്ധം മാറിക്കിട്ടുന്നതിന് വേണ്ടി. സുനി മംഗലപ്പുറം സുജി 15 ലക്ഷം രൂപയുടെ കടം അത് വസ്തു വിറ്റ് കിട്ടുന്നതിന്. മോന് നീതി കിട്ടുന്നതിന്. അജിഷ് പോൾ ക്രിക്കറ്റിൽ വിജയിക്കുന്നതിന്. സുശീല കേസി നെടുമ്പുരയിൽ റാന്നി പെട്രോൾ പമ്പിൻ്റെ പ്രോസസ്സിംഗ് സാമ്പത്തികമില്ലാത്തതിനാൽ തടസ്സപ്പെടുന്നു. അത് തടസ്സം മാറാൻ. മകൻ്റെ സ്വഭാവത്തിൽ മാറ്റം. നല്ലൊരു ജീവിതമുണ്ടാകാൻ. ജോലി ലഭിക്കാൻ. മകൾക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കാൻ. അകുലിൻ മരിയ ഫ്രാൻസിസ് അനുഭവൻ ചേർത്തല മകൾ 10th നല്ല വിജയം വരിക്കാൻ. കുടുംബത്തിൽ കടബാധ്യത മാറാൻ. സമാധാനം ലഭിക്കാൻ. ത്രേസ്യാമ്മ എലിസബത്ത് ആൻ്റണി കോട്ടയം അലർജി മാറുന്നതിന്. തലവേദന മാറുന്നതിന്. ഓസ്ട്രേലിയയിൽ പോകുന്നതിന് വേണ്ടി. ഷീല ജോസഫ് പുത്തൻ ചരുവിൽ കൊല്ലം മകൻ്റെ മദ്യപാനം മാറുന്നതിന്. ജോലിക്ക് പോകുന്നതിന്. മകൾക്കൊരു ജോലി ലഭിക്കാൻ. കൊച്ചുമകളുടെ ഉറക്കത്തിന് വേണ്ടിയും പ്രാർത്ഥനാ സഹായം. മേരി ജാസ്മിൻ UK കാരക്കാട്ട് ഒരു ദൈവഭവനം കിട്ടുന്നതിന്. ജാസ്മിന് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാൻ. ആവശ്യങ്ങൾ അറിഞ്ഞ് എല്ലാം സാധ്യമാക്കുന്നതിന്. തോബിയാസ് ആശാരിപ്പറമ്പ് കാരിച്ചാൽ തോബിയാസിൻ്റെ മദ്യപാനം മാറുന്നതിന്. UK ജോലിയില്ലാതെ കഴിയുന്ന മകന് ജോലി ലഭിക്കാൻ. ലക്ഷക്കണക്കിനുള്ള കടബാധ്യത മാറിക്കിട്ടുന്നതിന്. ഷാൻറ്റിമോൾ ബിരിയൻ വാക്കൽ കാഞ്ഞിരമറ്റം സ്ഥലം വിൽപ്പനയ്ക്ക്. ലൂക്കയുടെ അസുഖം കുറയുന്നതിന്. റോസ്മോൾക്ക് നല്ല പ്രാർത്ഥനാ അനുഭവം ലഭിക്കുന്നതിന്. രഞ്ജു കുര്യൻ തോമസ് രേഷ്മ ആൻഡ് തോമസ് പീടികപ്പറമ്പിൽ ചങ്ങനാശ്ശേരി രഞ്ജുവിൻ്റെ വിവാഹം മംഗളകരമായി നടക്കാൻ. രേഷ്മ ടെസ്റ്റ് പാസ്സായി 4th എക്സാം പാസ്സാകുന്നതിന്. പുതിയ അക്കാദമിയിലേക്ക് പോസ്റ്റ് ചെയ്യാൻ. ഡെയ്സി സെബാസ്റ്റ്യൻ കുളത്തൂർ ബാങ്ക് ലോൺ പാസ്സാകുന്നതിന്. ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിന്. കുഞ്ഞിൻ്റെ കാലിലെ പാട് മാറുന്നതിന്. മകളുടെ അലർജി മാറുന്നതിന്. ജോലി ലഭിക്കുന്നതിന് വേണ്ടി. തോമസ് ആൻഡ് ഫാമിലി തോട്ടയ്ക്കൽ കൈപ്പുഴ ജേക്കബിന് ജോലി ലഭിക്കാൻ. വിവാഹം നടക്കാൻ. എലിസബത്തിൻ്റെ വിദേശ ജോലി ലഭിക്കുന്നതിന്. ഭാര്യയുടെ നടുവേദന മാറുന്നതിന്. കുടുംബത്തിലെ പൈശാചിക ബന്ധനം മാറുന്നതിന് വേണ്ടി. നന്മ നിറഞ്ഞു മറിയമേ നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞു മറിയമേ നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞു മറിയമേ നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു മറിയമേ നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ പോലെ എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, പാപങ്ങൾ പൊറുക്കണമേ, നിനക്ക് കാത്തിരക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്ടാംഗയ്ക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം രഹസ്യം. പരിശുദ്ധ ദൈവമാത നമ്മുടെ കർത്താവ് ശംസിക തൻ്റെ ഉയർപ്പിൻ്റെ ശേഷം 40-ാം നാൾ അത്ഭുതകരമായ മഹിമയോടും ജയത്തോടും കൂടെ തൻ്റെ ദിവ്യമാതാവും ശിഷ്യന്മാരും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വർഗാരോഹണം ചെയ്തുവെന്ന് ധ്യാനിക്കുക. നിയോഗങ്ങൾ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിൻ്റെ രാജ്യം വരണമേ. നിൻ്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മ ഞങ്ങളെ രക്ഷിക്കണമേ. നിയോഗങ്ങൾ. അനറ്റ് ബെൻസി എഡ്വിൻ, ചാലക്കുടി. PhD കോഴ്സ് നല്ല സ്കോർ കിട്ടുവാൻ, മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകാൻ, ടീച്ചിങ്ങിൻ്റെ IVS പ്രൊട്ടക്ഷൻ നന്നാകാൻ. റോബർട്ട് PV, പെരുമ്പുള്ളിക്കര. ജീവിത പങ്കാളി തിരിച്ചു വരുന്നതിന്, മക്കളുടെ അമ്മയെ തിരിച്ചു കിട്ടുന്നതിന്, എനിക്ക് സ്ഥലം വീട് ഇവ സ്വന്തമായി കിട്ടുന്നതിന്, ജോലി വിദ്യാഭ്യാസം അലർജി ഇവയ്ക്ക് പരിഹാരം. സെബാസ്റ്റ്യൻ ഫാമിലി ജോസഫ്, മാത്യു കല്ലങ്കണ്ടം വീട് ചങ്ങനാശ്ശേരി. ജോസഫിന് ജോലി വരുമാനം കിട്ടുന്നതിന്, മാത്യുവിന് ബിസിനസ് അഭിവൃദ്ധിപ്പെടാൻ, സെബാസ്റ്റ്യൻ്റെ മദ്യപാനത്തിൽ നിന്ന് വിടുതൽ കിട്ടാൻ. ജോൺ കാസർഗോഡ്, മകൾക്ക് ജോലി വിവാഹം. സണ്ണിയുടെ കിഡ്നിയുടെ അസുഖം മാറുന്നതിന്, എല്ലാവർക്കും മാനസിക സൗഖ്യം കിട്ടുന്നതിന്. രാമദാസ് നാരായണത്ത്, കച്ചവടം നന്നായി നടക്കുവാൻ, മോടെ വീട്ടിൽ കുടുംബസമാധാനം കിട്ടുന്നതിന്, മക്കൾ നല്ല രീതിയിൽ വരുന്നതിന്. ടിൻറ്റു ഡേവിഡ്, നടുക്കനയിൽ, കോട്ടയം. കുഞ്ഞിനെ ലഭിക്കാൻ, പരിശുദ്ധാത്മാവ് നിറയാൻ, എളിമയിലും ദൈവസ്നേഹത്തിലും നിറയാൻ. സുബി ഭവനം, കുണ്ടറ. കല്യാണിക്കുട്ടിയുടെ അംഗവൈകല്യം മാറുന്നതിന്, വൈകല്യമുള്ള എല്ലാ കുട്ടികൾക്കും വേണ്ടി, രാഹുലിന് ആരോഗ്യത്തിന് വേണ്ടി, ആയുസ്സിനു വേണ്ടി. അമൽ തോമസ്, കാളൻ ഹൗസ്. വിവാഹം നടക്കാൻ, ജോലി കയറ്റത്തിന് വേണ്ടി, മരുമകന് ജോലിക്ക് പോകുന്നതിന്, പാസ്പോർട്ടും പൈസയും തിരിച്ചു കിട്ടുന്നതിനും. അക്വിലിൻ മെൻഡസ്, വലിയ പറമ്പിൽ, ചാലക്കുടി. വിദേശത്ത് പോകുന്നതിന് തടസ്സം മാറാൻ. സെപ്റ്റംബറിൽ
തന്നെ വിദേശത്തെത്താൻ. സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നതിന്. ആൽവിന് വിദേശത്ത് പോകാൻ ജോലി ലഭിക്കാൻ. വിവാഹ തടസ്സം മാറുന്നതിന്. രജനി അമ്പാടിയിൽ ക്യാൻസർ മാറുന്നതിന്. ഭർത്താവിന് ജോലി കിട്ടാൻ. മോൻ പഠിത്തത്തിൽ ബുദ്ധിയും ശക്തിയും ലഭിക്കാൻ. രാധിക ആദിത്യഭവനം ശാസ്ത്രനട. കുടുംബത്തിൽ പ്രശ്നം മാറാൻ. ശാന്തിയും സമാധാനവും ലഭിക്കാൻ. നല്ല ശമ്പളവും നല്ല ജോലിയും തന്ന് അനുഗ്രഹിക്കാൻ. മകൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കാൻ. മേരി അന്ന ജേക്കബ് സോഷ്യൽ വർക്കായി കാനഡയിൽ ജോലി ലഭിക്കുന്നതിന്. സൂപ്പർവൈസറിനെ കണ്ടെത്തുന്നതിന്. മേരിയുടെ ശരീര അസുഖം മാറുന്നതിന്. ജോസഫിൻ്റെ അലർജി മാറുന്നതിന്. അന്നയുടെ കയ്യിലെ മുഴ ചുരുങ്ങുന്നതിന്. റിമിയ ബെന്നി കുന്നുംപുറത്ത് കാലിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ജോൺസിന് സൗഖ്യം കിട്ടാൻ. ഭവനം ലഭിക്കുന്നതിന്. കുടുംബം ദൈവസ്നേഹത്തിൽ നിറയുന്നതിന്. ഹണിമോൾ തോമസ് തുമ്പംകുന്നേൽ കുഞ്ഞിനെ ലഭിക്കാൻ. വീട് പണി ഭംഗിയായി നടക്കാൻ. പരിശുദ്ധാത്മാവിനാൽ നിറയാൻ. ജോസ് തുമ്പംകുന്നേൽ വിൽക്കാനുള്ള സ്ഥലം നല്ല വിലയ്ക്ക് വിറ്റ് കിട്ടുന്നതിന്. ബെൽസിയം അവരുടെ സ്ഥലവും വിൽക്കുന്നതിനുള്ള തടസ്സം മാറാൻ. ആശ ഫിലിപ്പ് തൈലച്ചിറ ഇടുക്കി ദൈവസ്നേഹത്തിൽ നിറയാൻ. കുടുംബത്തിൽ സൗഖ്യവും ആരോഗ്യവും ഉണ്ടാകുന്നതിന്. മക്കളുടെ യോഗ്യതാ പരീക്ഷയിൽ വിജയത്തിന്. ശൈലി രാജൻ മക്കൾക്ക് അനുയോജ്യമായ ജീവിത പങ്കാളികളെ ലഭിക്കാൻ. കുടുംബത്തിൽ ആയുസ്സും ആരോഗ്യവും മക്കളുടെ വിദ്യാഭ്യാസവും ജോലി സാഹചര്യങ്ങളും ശരിയായി കിട്ടുന്നതിന്. DR പോൾ കല്ലുങ്ങൽ ആശുപത്രിയുടെ വിജയം. ഡോക്ടർ പരിശുദ്ധാത്മാവിനാൽ അവർ നിറയാൻ. ബിന്ദു കരമനയ്ക്കൽ കേമല്ലൂർ ഭർത്താവിൻ്റെ മദ്യപാനം മാറുന്നതിന്. വിദേശത്ത് ജോലി കിട്ടാൻ. മകൾ നല്ല വിജയം കിട്ടുന്നതിന്. മേരി ഗ്രേസ് ജി തയ്യൽ ഹൗസ് പൂങ്കാവ് മകൾ ജോസ്നയുടെ അഡിനോയിഡ് ലാർജ് ഡിസീസ് മാറുന്നതിന്. മോൾ നന്നായി പഠിക്കുന്നതിന്. സുഖപ്രസവം കിട്ടുന്നതിന്. ഡാരറ്റ് ഡേവിഡ് കാനഡ പഠിച്ച കോഴ്സിൽ തന്നെ കാനഡയിൽ ജോലി ലഭിക്കാൻ. ഒക്ടോബർ മാസത്തിലെ PR വയ്ക്കുന്നു, അത് ലഭിക്കാൻ. ലക്ഷങ്ങളുടെ കടബാധ്യത മാറിക്കിട്ടുന്നതിന്. റോസമ്മ കാട്ടുകട വെളിവാരണം. റോബിന് നല്ലൊരു ജോലി ലഭിക്കാൻ. പൂർണ്ണ ആരോഗ്യത്തോടെ നോർമൽ ഡെലിവറി നടക്കാൻ. തോമസ് കുട്ടിയും ഹിന്ദുവായ ലക്ഷ്മിയും തമ്മിൽ കടബാധ്യത മാറുന്നതിന്. ബേബിയുടെ കൈവേദന മാറുന്നതിന്. ജോസ് കോട്ടപ്പള്ളി തുറവൂർ പരീക്ഷയിൽ വിജയിക്കുവാൻ. നന്നായി പഠിക്കുന്നതിന്. ദീർഘായുസിന്. ഓർമ്മക്കുറവ് മാറുന്നതിന്. ജോസിൻ്റെ അസുഖം മാറുന്നതിന്. പുതിയ ഭവനം ലഭിക്കുന്നതിന്. ബോണിമോൾ തോമസ് UK ബോണിമോളെക്കുറിച്ചുള്ള പദ്ധതി വെളിപ്പെട്ട് കിട്ടാൻ. വിവാഹ തടസ്സം മാറാൻ. ജീവിത പങ്കാളിയെ ലഭിക്കാൻ. തെറ്റായ ചിന്തകൾ ഉണ്ടെങ്കിൽ അത് മാറാൻ. ഗ്രേസ് തോമസ് അജിത്ത് ലിയ അവരുടെ വിവാഹം നടക്കാൻ. സൂര്യ തോമസ് ദൈവത്തിൻ്റെ വാഗ്ദാനം നിറവേറാൻ. ബിൻസിയെ അനുഗ്രഹിക്കാൻ. ജെസ്സി ജോർജ് മലയിൽ ഭർത്താവിൻ്റെ അസുഖം മാറാൻ. മകൻ്റെ MBBS പഠനം തടസ്സമില്ലാതെ നടക്കാൻ. മകൾക്ക് +2 നല്ല റിസൾട്ട് ലഭിക്കാൻ. ദീപ് പുന്നയ്ക്കൽ എഴുപുന്ന ദൈവത്തിന് 1ാം സ്ഥാനം കൊടുത്ത് ജീവിക്കുവാൻ. ദീപുവിൻ്റെ വിവാഹം നടക്കാൻ.
ഗിറ്റാർ പഠിക്കാൻ റിനോഷ് അട്ടിപ്പറ്റി ആലുവ. സ്ഥലം വാങ്ങുന്നതിന്, ഗിനോഷിൻ്റെ മദ്യപാനം, പുകവലി ഇവ മാറുന്നതിന്, കുടുംബ സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി. നന്മ നിറഞ്ഞു പറയുമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു പറയുമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു പറയുമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു പറയുമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു പറയുമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു പറയുമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു പറയുമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു പറയുമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു പറയുമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു പറയുമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, പാപങ്ങൾ പൊറുക്കണമേ, നിനക്ക് ആദർശിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശ്വാസ സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാം രഹസ്യം. നമ്മുടെ കർത്താവ് ശംസിക പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുമ്പോൾ സഹിയൻ ഊട്ടുശാലയിൽ ധ്യാനിച്ചിരുന്ന കന്യകാ മാതാവിൻ്റെ മേലും സ്ലിഹന്മാരുടെ മേലും പരിശുദ്ധാത്മാവിനെ അയച്ചുവെന്ന് ധ്യാനിക്കുക. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നിയോഗങ്ങൾ: ജിതിൻ ജോയി ആരിക്കപ്പള്ളി പാറമട തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടി, കട്ടകളും ബിസിനസ്സും കൂടുതൽ വ്യാപിക്കാൻ, കോറിയുടെ ലൈസൻസ് പുതുക്കി കിട്ടാൻ, റോസമ്മ ജോസ് ഇടമുറിയിൽ എഴുപുന്ന, മേരിമോൾ 2 വയസ്സ് ഹാർട്ടിൻ്റെ അസുഖം മാറാൻ, ഷാനയുടെ എല്ലാവിധ അസുഖങ്ങളും മാറാൻ, ജോസഫിൻ്റെ സാമ്പത്തിക മേഖല ഉയർന്നു കിട്ടാൻ. സെലൻ സോഫ്റ്റ് ചാലക്കുടി നന്നായി കമ്പനി വളർത്തുവാൻ, പുതിയ പുതിയ ജോലിക്കാരെ എടുക്കാൻ, കമ്പനി വളരുവാൻ അനുഗ്രഹം ലഭിക്കുന്നതിന്. ചിഞ്ചു ആൻ്റണി വടക്കേപ്പറമ്പിൽ കുടുംബ പ്രശ്നം മാറാൻ, മകൻ്റെ നാവിൻ്റെ വീക്ക്നെസ് അത് മാറിക്കിട്ടാൻ, രോഗം മാറാൻ.
മണി പന്തളം സൺവിവോൾ എത്രയും പെട്ടെന്ന് പ്രായത്തിന് തക്ക വളർച്ച ലഭിക്കുന്നതിന്. ചിത്രദാസിൻ്റെ എല്ലാ രോഗവും മാറിക്കിട്ടാൻ, ഭർത്താവിൻ്റെ ജോലി പ്രയാസം മാറിക്കിട്ടുന്നതിന്. ബിൻസി കരിഞ്ഞമറ്റം ചങ്ങനാശ്ശേരി, മൂത്ത മകൾക്ക് വിദേശത്ത് ജോലി കിട്ടാൻ, എക്സാം പാസ്സാകാൻ, പങ്കാളിയുടെ അലർജി അസുഖം മാറാൻ. കുമാരി ശൈലജ തെക്കേ വീട് ഇളംപള്ളി, മോളുടെ FMGE MBBS പരീക്ഷ പാസ്സാകാൻ, സ്ഥലം വിൽക്കുന്നതിന് വേണ്ടി മോളുടെ കല്യാണം നടക്കാൻ. സീത സജിത്ത് 60 ചിറ ഇസ്രായേൽ, മകളുടെ കൈവേദന മാറിക്കിട്ടുന്നതിന്, ഭർത്താവിൻ്റെ കാലിലെ നീര് കുറയാൻ, വിദേശത്ത് മകന് പോകാനുള്ള തടസ്സം മാറുന്നതിന്. ഷൈമോൾ MC മംഗളത്ത്, കടയുടെ കാര്യം സംബന്ധിച്ച് കല്യാണക്കാര്യം തടസ്സം മാറിക്കിട്ടുന്നതിന്, കുടുംബത്തിൽ ദൈവത്തിൻ്റെ സംരക്ഷണം ലഭിക്കുന്നതിന്. എലിസബത്ത് ദാനിയേൽ കൊല്ലം, തടസ്സങ്ങളും ബന്ധനങ്ങളും മാറാൻ, ദൈവാനുഗ്രഹവും കൃപയും ഉള്ള വിവാഹം നടക്കാൻ. TC ചാക്കെ ഫാമിലി തുരുത്തിപ്പറമ്പിൽ, വീട് പണി നടക്കാൻ, ആയുസ്സും ആരോഗ്യവും ലഭിക്കാൻ, കുടുംബസമാധാനം ലഭിക്കാൻ. അനുമോൾ തോമസ് ചേന്നങ്കരി, മകൾക്ക് അനുയോജ്യമായ പങ്കാളിയെ കിട്ടാൻ, മകളുടെ അലർജി രോഗം മാറിക്കിട്ടുന്നതിന്. ജീന ഫ്രാൻസിസ് എറണാകുളം, CA പാസ്സാകാൻ, പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകാൻ. മറിയം ചിറ്റടിത്തറ ചേർത്തല, ആൽബിൻ ജോണിയുടെ വിസ അപ്രൂവലാകുന്നതിന്, മകൾക്ക് ജോലി കിട്ടുന്നതിന്, നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിന്. ഡാലിയ ഡേവിഡ് അങ്കമാലി, അനുയോജ്യമായ ഒരു ജോലി കിട്ടുന്നതിന്, കുടുംബജീവിതം ഉണ്ടാകുന്നതിന്, സ്നേഹത്തോടെ ജീവിക്കുന്നതിന് വേണ്ടി. സേവ്യർ ജോസഫ് സെൻസ് വിലാസം കണിച്ചുകുളങ്ങര ആലപ്പുഴ, ആരോമൽ നന്നായി പഠിക്കുന്നതിന്, സിന്ധുവിൻ്റെ രോഗങ്ങൾ മാറാൻ, കടബാധ്യതകൾ മാറിക്കിട്ടുന്നതിന്. ടെസ്സി സജു G മംഗളം ആലപ്പുഴ, ജോലി ലഭിക്കുന്നതിന്, വിവാഹ തടസ്സം മാറുന്നതിന്. എവിൻ മാത്യുവിന് ജോലിയും ജീവിതവും ലഭിക്കുന്നതിന്. കട പണിയുന്നതിന്, ഒരു ഗോഡൗൺ ലഭിക്കുന്നതിന് വേണ്ടിയും. അന്ന മേരി CNA കോഴ്സ് ഡിസംബറിൽ എക്സാം പാസ്സാകുന്നതിന്, മാതാപിതാക്കൾക്ക് ആയുസ്സും ആരോഗ്യത്തിനും വേണ്ടി, ജീവിത പങ്കാളിയുമായുള്ള പ്രശ്നങ്ങൾ മാറി ഒന്നിച്ച് ജീവിക്കുന്നതിന്. മിനി ശാസ്താംകോട്ട, മകൾക്കൊരു സർക്കാർ ജോലി ലഭിക്കുന്നതിന് വേണ്ടി, കിഡ്നി സ്റ്റോൺ മാറുന്നതിന്, അൾസർ രോഗം മാറുന്നതിന്, തൈറോയ്ഡ് രോഗം സുഖം പ്രാപിക്കാൻ. ജോഫിന ജോസ് കാർലോസ്, മകൾക്ക് ഒരു പാർട്ട്ണറെ ലഭിക്കാൻ, മകൻ ഏലിയാസിന് സ്പോർട്സിൽ മനഃശക്തിയും സമാധാനവും ലഭിക്കാൻ, മക്കളെ കാത്ത് സംരക്ഷിക്കുന്നതിന്. കുര്യാക്കോസ് ലിസി കുറിക്കുമ്പിൽ ഏറ്റുമാനൂർ, മാനസാന്തരം ഉണ്ടാകുന്നതിന്. ജിൻസി ബിജു കാരക്കപ്പള്ളി, മകൻ പഠനം വിജയകരമായി തീർക്കാൻ. ഡിക്സൻ്റെ കടബാധ്യത മാറുന്നതിന്, ജീവിത പങ്കാളിക്കും മകൾക്കും ശാരീരിക സൗഖ്യത്തിന് വേണ്ടി. റോസ്വിൻ അൻസു ചങ്ങനാശ്ശേരി, ജർമ്മൻ വിസ അടിച്ചു കിട്ടുന്നതിന്, കുടുംബം ജർമ്മനിയിൽ സെറ്റിലാകാൻ, കടങ്ങളും വീട് പണിയും പൂർത്തിയാകാൻ സഹായം ലഭിക്കുന്നതിന്. മോളി ജോസഫ് മാനശ്ശേരി,
32 വയസ്സുള്ള മകൾക്ക് ജീവിത പങ്കാളിയെ ലഭിക്കാൻ, കുടുംബം പരിശുദ്ധാത്മാവിനാൽ നിറയാൻ, ദിയയ്ക്ക് ജോലി ലഭിക്കാൻ, വിസ ലഭിക്കുന്നതിന്. മോളി ജോസഫ് മാനശ്ശേരി. ബിനോയി ICUവിൽ അഡ്മിറ്റാണ്, രോഗം സൗഖ്യത്തിന്. ജോയിയുടെ കോടതി കേസിൽ നിന്നും മുക്തി കിട്ടുന്നതിന്, കടബാധ്യതയിൽ നിന്നും മോചനം ലഭിക്കുന്നതിന്, സഹോദരങ്ങൾ തമ്മിൽ ഐക്യത്തിന് വേണ്ടി. മെറാസ് പോൾ പണിക്കാരൻ കാവാലം. ബിസിനസ് വിജയിക്കാൻ, വീട്ടിലെ സാമ്പത്തിക തടസ്സം മാറുന്നതിന്, രജിസ്ട്രേഷൻ തടസ്സം കൂടാതെ ലഭിക്കുന്നതിന്. സ്റ്റാനി മാത്യു. സഹോദരൻ്റെ എക്സാം വിജയകരമായി പാസ്സാകുന്നതിന്, പിതാവിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി അനുയോജ്യമായ ജീവിത പങ്കാളിയെ ലഭിക്കാൻ. അരുൺ സെബാസ്റ്റ്യൻ ഇടത്തിപ്പറമ്പിൽ, മുള്ളൻകൊല്ലി, വയനാട്. ഇഷ്ടപ്പെട്ട കുട്ടിയെ വിവാഹം കഴിക്കാൻ, കടബാധ്യത തീരാൻ, അനിയൻ്റെ വിദേശ ജോലിക്ക് വേണ്ടി. ഷേർലി ജോർജ്. മകൾക്ക് ആരോഗ്യവും സമാധാനവും ലഭിച്ച് നന്നായി പഠിക്കാൻ, സ്ഥലം വിറ്റ് കിട്ടുന്നതിന്, സമാധാനവും അസുഖമില്ലാത്തുള്ള ജീവിതവും കിട്ടുന്നതിന്. ജോസ്ന മേരി ലിബിൻ, ആലപ്പുഴ. സ്ട്രോക്ക് വന്ന് വലതുവശം തളർന്നു കിടക്കുന്ന ആളിനെ സുഖം കിട്ടുന്നതിന്, സംസാരശേഷി പൂർണ്ണമായി തിരിച്ചു കിട്ടുന്നതിന്. അനു ആൻ്റണി, വലിയ വീട്ടിൽ, ചിറ്റൂർ. സ്നേഹത്തിൽ ജീവിക്കുന്നതിന്, പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകുന്നതിന്, പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിന്. ശ്രീലക്ഷ്മി, ഹരിപ്പാട്. ഇൻ്റർമീഡിയറ്റ് പാസ്സായി സ്ഥിരം ജോലി ലഭിക്കാൻ, ആരവിൻ്റെ ശ്രദ്ധയില്ലായ്മ മാറിക്കിട്ടുന്നതിന്, ആര്യന് സംസാരശേഷി കിട്ടുന്നതിന്. അനു മാത്യു. അനുവിൻ്റെ കല്യാണം നടക്കുന്നതിന്, PR കിട്ടുന്നതിന്. ജോ മാത്യു വിശ്വാസത്തിൽ ആഴപ്പെടുന്നതിന്. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എൻ്റെ ഈശോയെ, പാപങ്ങൾ പൊറുക്കണമേ, നിന്നെ കാത്തുരക്ഷിക്കണമേ. അങ്ങേക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെ വിശിഷ സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 4-ാം രഹസ്യം. നമ്മുടെ കർത്താവ് വിശ്വസിക്കുക ഉയർത്തെഴുന്നള്ളി കുറേ കാലം കഴിഞ്ഞപ്പോൾ കന്യക മാതാവ് ഇഹലോകത്തിൽ നിന്ന് മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കുക. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നിയോഗങ്ങൾ. ശ്രീലക്ഷ്മി, ഹരിപ്പാട്. ഇൻ്റർവ്യൂ പാസ്സാകുന്നതിന് സ്ഥിരം ജോലി ലഭിക്കാൻ, ആരവിൻ്റെ ശ്രദ്ധയില്ലായ്മ, സ്വഭാവം നല്ലതാകാൻ, സംസാരശേഷി കിട്ടുന്നതിന്. ദേവിക പ്രഭാവൻ, തട്ടാപ്പറമ്പത്ത്, തൊടുപുഴ. തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതിന്, ഫാമിലിയായി ജർമ്മനിയിലേക്ക് പോകാൻ, അനിയത്തിക്ക് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ, മാതാപിതാക്കളുടെ അകൽച്ച മാറിക്കിട്ടുന്നതിന്. നയന, പള്ളിക്കര, വാരനാട്. സന്താന ഭാഗ്യം ലഭിക്കുന്നതിന്, ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതിന്. ഡെയ്സി, അയർലൻഡ്. ഡാനി, മഞ്ജുഷ, കുടുംബത്തിന് PR ലഭിക്കാൻ, ഓസ്ട്രേലിയയിൽ പോകാൻ, നിലവിലെ ജോലിയുടെ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതിന്, 2025 തന്നെ സ്വന്തമായ ഭവനം ലഭിക്കുന്നതിന്. സൗമ്യ സിറിൽ, പാലപ്പറമ്പിൽ, ഇടക്കൊച്ചി. ജോലി കിട്ടുന്നതിന്, കുഞ്ഞുങ്ങളെ ലഭിക്കുന്നതിന്. അലൻ, അമിയ, പുല്ലൂർ. അലന് പഠിച്ച് ഒരു ജോലി കിട്ടുന്നതിന് വേണ്ടി. അബിക്ക് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ, കടബാധ്യത മാറുന്നതിന് വേണ്ടി. ജെൻസി, സിജി. നാൽപ്പത്തഞ്ച് വയസ്സുള്ള സഹോദരന് ജീവിത പങ്കാളിയെ കിട്ടാൻ. മോന് നല്ല ഗ്രൂപ്പ് തിരഞ്ഞെടുത്ത് പഠിക്കാൻ, അഡ്മിഷൻ കിട്ടാൻ. കുടുംബത്തിന് സമാധാനം കിട്ടാൻ, ദൈവസ്നേഹത്തിൽ വളരുന്നതിന്. ആഷ്ന റോബർട്ട്, മാനാശ്ശേരി ഹൗസ്, മാരാരിക്കുളം നോർത്ത്. ജർമ്മൻ B2 സ്പീക്കിംഗ് എക്സാമിന് ഡേറ്റ് ലഭിക്കാൻ. സെപ്റ്റംബർ ഇൻഡേറ്റിൽ ജർമ്മനിയിൽ പോകാൻ സാധിക്കുന്നതിന്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നതിന്. തദേവൂസ് KA, കുരിശിങ്കൽ ഹൗസ്, അർത്തുങ്കൽ. നല്ല ഒരു ജോലി ലഭിക്കുന്നതിന്, ഒരു ഭവനം എത്രയും പെട്ടെന്ന് ലഭിക്കുന്നതിന്, ആത്മീയതയിൽ വളരുന്നതിന്. ശ്രീലേഖ, ആരാമം, നെയ്യാറ്റിൻകര. ചിത്രലേഖയുടെ തൈറോയ്ഡ് അസുഖം മാറുന്നതിന്, സുരേഷ് കുമാറിൻ്റെ അസുഖം മാറുന്നതിന്, ആരോമൽ പോളിൻ്റെ ടെക്നിക്ക് പഠന പൂർത്തിയാകുന്നതിന്. ഐശ്വര്യ കെയർ, ഐശ്വര്യം, തിരുവനന്തപുരം. ദൈവസ്നേഹത്തോടെ ഉടമ്പടിയിലെ കാര്യങ്ങൾ തീക്ഷ്ണമായി ചെയ്യാനുള്ള കൃപയ്ക്ക് വേണ്ടി. ഭർത്താവിൻ്റെ കുടുംബം, അമ്മയിൽ നിന്നും ഉള്ള
പ്രലോഭനങ്ങളിൽ നിന്നും വിടുതൽ ലഭിക്കുന്നതിന് ബിബു കെ സി, തമിഴ്നാട്, രോഗസൗഖ്യത്തിന് വേണ്ടി ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും മോചിതനാകുവാൻ വേണ്ടി കുടുംബത്തിന് കുഞ്ഞുങ്ങളെ ലഭിക്കുന്നതിന് വേണ്ടി നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, പാപങ്ങൾ പൊറുക്കണമേ, നരകാജ്ഞനെ കാത്തുരക്ഷിക്കണമേ. അങ്ങേക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അഞ്ചാം രഹസ്യം. പരിശുദ്ധ ദേവമാതാവ് പരലോകത്തിൽ കരയേറിയ ഉടനെ ദൈവകുമാരനാൽ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടിധരിക്കപ്പെട്ടു ധ്യാനിക്കുക. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നിയോഗങ്ങൾ. ലിജി ജോസഫ്, മാത്തുള്ളിൽ, ആഞ്ഞാണി, കാക്കനാട്. ഉചിതമായ ജോലി ലഭിക്കാൻ, ഭർത്താവിന് ജർമ്മനിയിൽ എത്രയും പെട്ടെന്ന് ജോലി ലഭിക്കുന്നതിന്, സാമ്പത്തിക ഭദ്രത കൈവരിക്കുന്നതിന്, സഹോദരൻ്റെ ജോലിക്കായി, കടം മേടിച്ചിട്ടുള്ള 2,60,000 രൂപ തിരികെ കിട്ടുന്നതിന് വേണ്ടിയും, ജെസ്സി സെബാസ്റ്റ്യൻ, മുംബൈ, കടങ്ങൾ മാറിക്കിട്ടുന്നതിന്,
സഹോദരന് എത്രയും പെട്ടെന്ന് വീസ ലഭിക്കുന്നതിന്, അമ്മയ്ക്ക് മനസ്സമാധാനം കിട്ടാൻ. അമ്പിളി താഴത്തിങ്കൽ വള്ളിക്കുന്നം രാഹുൽ എന്ന സഹോദരൻ വാങ്ങിയ സ്വർണം തിരിച്ചു കിട്ടുന്നതിന്. മൂത്രാശയ സംബന്ധമായ അസുഖം ഭർത്താവിൻ്റേത് മാറിക്കിട്ടുന്നതിന്. മരുമോൻ്റെ മദ്യപാനം മാറുന്നതിന്. ജോജി ജോസഫ്, കരിക്കാട്ട് കുന്നേൽ. കുട്ടികളുടെ രോഗസൗഖ്യത്തിന് വേണ്ടി, സഹോദരങ്ങൾക്ക് കുട്ടികളെ ലഭിക്കുന്നതിന് വേണ്ടിയും. ജോളി കോരത്ത് കുടുംബ ഓഹരി ലഭിക്കുന്നതിന്, വിവാഹ തടസ്സം മാറുന്നതിന് വേണ്ടി, അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി. റെജി മാത്യു കൊച്ചു പുതുവേൽ പത്തനംതിട്ട മൂത്ത മോൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടി. ഇളയ മകന് ജോലി ലഭിക്കുന്നതിന്, ഭാര്യയുടെ അസുഖം മാറുന്നതിന്. ശ്രീലേഖ ആരാമം നെയ്യാറ്റിൻകര. ലേഖയുടെ തൈറോയ്ഡ് അസുഖം മാറുന്നതിന്. സുരേഷ് കുമാറിൻ്റെ അസുഖം മാറുന്നതിന്. ആരോമൽ പോളിടെക്നിക്ക് പഠനം പൂർത്തീകരിക്കുന്നതിന്. എവിലിൻ മേരി ബിജോയി കൊല്ലം. എവിലിൻ പോളിൻ്റെ എൻഗേജ്മെൻറ്റ് നടക്കുന്നതിന്, കുടുംബത്തിലെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടിയും കല്യാണത്തിൻ്റെ ഒരുക്കത്തിനായും. ഡാൽമിയ ദേവസി. ഡാൽമിയയ്ക്ക് ജർമ്മനിയിൽ വിസ കിട്ടുന്നതിന്. ജോലി സ്ഥലത്ത് താമസ സൗകര്യം കിട്ടുന്നതിന്. കടമുറി ദൈവഹിതപ്രകാരം വിൽക്കുന്നതിന് വേണ്ടി. രശ്മി അറയ്ക്കൽ തൃശ്ശൂർ. അഞ്ജനയ്ക്ക് നല്ല കോഴ്സ് പഠിക്കാൻ അഡ്മിഷൻ കിട്ടുന്നതിന്. അപ്സര നന്നായി പഠിക്കുന്നതിന്. രശ്മിയുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നതിന്. ബിനി ആൻ്റണി വലിയ പറമ്പിൽ എറണാകുളം. ജോലിയിൽ മാതാവിൻ്റെ സംരക്ഷണം ലഭിക്കുന്നതിന്, ആരോഗ്യവും സമാധാനവും ലഭിക്കുന്നതിന്, ഭവന നിർമ്മാണം ഭംഗിയായി നടക്കുന്നതിന്. ഷിജു ജിസ്നാമോൾ കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി, ഒന്നിച്ച് ജീവിക്കുന്നതിന് വേണ്ടി, കടബാധ്യതകൾ മാറുന്നതിന് വേണ്ടി. അഗസ്റ്റിൻ ഉഷസ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകാൻ, വീടിൻ്റെ പണി പൂർത്തീകരിക്കാൻ, കടബാധ്യതകൾ മാറുന്നതിന് വേണ്ടിയും. ഷൈനി മുട്ടം നന്ദിയായി ക്ലിൻ ജോസ് ഡിവൈൻ തിരുവനന്തപുരം. വിശ്വാസത്തിൽ ജീവിക്കാൻ, വിശ്വാസത്തിൽ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന എല്ലാ ആഗ്രഹങ്ങളും സ്വഭാവങ്ങളും പൂർണ്ണമായി ഉപേക്ഷിക്കുന്നതിന്. പൗലോസ് ആർ പി. മഞ്ജു ആൻഡ്രിയ അഹിൽ. ഭർത്താവിന് മാനസാന്തരം ഉണ്ടാകാൻ, ജോലി ലഭിക്കാൻ, മഞ്ജുവിൻ്റെ ജോലി അനുഗ്രഹിക്കപ്പെടാൻ. സിജോ തോമസ് കാച്ചപ്പള്ളി മാള. നടുവേദന മാറുന്നതിന്, മദ്യപാനം മാറുന്നതിന്, ജോലി നല്ല രീതിയിൽ നടക്കുന്നതിന്. ജൂലി കിഷോർ PR കിട്ടുന്നതിന്, കടങ്ങൾ കിട്ടുന്നതിന്, അയർലൻഡിൽ പോകുന്നതിന് വേണ്ടി. ടിറ്റി സൈജു റാന്നി. മേഘമോൾ തെറ്റ് മനസ്സിലാക്കി തിരിച്ചു വരുന്നതിന്. ഭർത്താവുമായി സന്തോഷമായി മേഘമോൾ ജീവിക്കുന്നതിന് വേണ്ടി. വിനയത്തോടെ താഴ്മയോടെ ഭർത്താവുമായി ജീവിക്കുന്നതിന്. അനഘ ജോൺസൺ. ജർമ്മൻ എക്സാം ഫുൾ മാർക്ക് നേടി പാസ്സാകുന്നതിന്, വീടും സ്ഥലവും വിറ്റുപോകുന്നതിന്, അസുഖങ്ങളെല്ലാം മാറിക്കിട്ടുന്നതിന്. എൽദോ സിബി കള്ളാട്ടുകുഴി. എൽദോയ്ക്ക് PR കിട്ടണം, പാർട്ട് ടൈം ജോലി വേണം, സിബിയുടെ മദ്യപാനം മാറുന്നതിന് വേണ്ടിയും. ആനിയമ്മ സണ്ണി. നിത്യജീവൻ ലഭിക്കുന്നതിന്, അന്ന മരിയ ബിബിൻ ഇവർക്ക് കാനഡയിൽ PR ലഭിക്കുന്നതിന്, മെച്ചപ്പെട്ട ജോലി കിട്ടുന്നതിന്. അനീഷ് ജാക്സൺ. മദ്യപാനം മാറുന്നതിന്, കടബാധ്യത മാറുന്നതിന്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും. സലോമി റീത്ത കാക്കരിയിൽ വാടയ്ക്കൽ ആലപ്പുഴ. സർക്കാർ ജോലി കിട്ടുന്നതിന്,
മകൻ്റെ അലർജി, ശ്വാസകോശ രോഗങ്ങൾ സൗഖ്യം കിട്ടുന്നതിന്, ഭർത്താവിൻ്റെ വിശ്വാസവും വിശുദ്ധീകരണവും ഉറപ്പ് കിട്ടാൻ. ജിസ റെജി, കോട്ടയം, വിദേശത്ത് പോയി ജോലി ചെയ്യുന്നതിന്, ജക്സന് നല്ല ജോലി കിട്ടുന്നതിന്, മാതാപിതാക്കളുടെ അസുഖം മാറുന്നതിന്. ബിൻസി റെജി, മറ്റത്തിൽ, മലപ്പുറം, നീറ്റ് എക്സാം എഴുതുന്ന മകൾക്ക് ഉന്നത വിജയത്തിന്. രണ്ടാമത്തെ മകൾക്കും ഉന്നത വിജയം. മകളുടെ PCOD അസുഖം മാറാൻ. ലിസി എവിടെയൻ, ചവറ, ഭർത്താവിൻ്റെ അസുഖം മാറുന്നതിന്, മകന് കുഞ്ഞിനെ ലഭിക്കുന്നതിന് വേണ്ടി ബോട്ടിൽ നല്ല മത്സ്യം കിട്ടാൻ. റാണി ആൻ്റണി, കിഴക്കേടത്ത്, മക്കൾ ദൈവാനുഗ്രഹത്തിൽ വളരാൻ. കളവ് പോയ പൈസ തിരിച്ചു കിട്ടാൻ. തൊണ്ടയിലെ മുഴ മാറുന്നതിന്. ജൂൺ 3-ാം തീയതി സ്കാനിംഗ് ഉണ്ട്, അസുഖം ഭേദമായി മാറി എന്നറിയുന്നതിന്. മോളി ലൂയിസ്, ഇലവൂർ, യൂട്രസിലെ മുഴകൾ ചുരുങ്ങി സൗഖ്യം ലഭിക്കുന്നതിന്. മകന് വിദേശത്ത് പോകുന്നതിന്. കടയിൽ കച്ചവടം കൂടുന്നതിനും കാട്ടിൻ്റെ അസുഖം മാറിക്കിട്ടുന്നതിനും. ആൻ്റണി, എറണാകുളം, മക്കൾ 3 പേരും പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കുന്നതിന്. വീടിൻ്റെ പണി ശരിയാകാൻ, കുടുംബത്തിൽ ആരോഗ്യം ലഭിക്കാൻ. ഗീത VR, വട്ടപ്പറമ്പിൽ, പിറവം, സ്ട്രോക്ക് വന്നവന് രോഗസൗഖ്യത്തിന് പ്രാർത്ഥിക്കാനുള്ള കൃപയ്ക്കായിട്ടും. ബീന യോഹന്നാൻ, ഇളംപിള്ളിൽ, ജോൺസന് കാനഡയിൽ PR കിട്ടാൻ. ഭർത്താവിൻ്റെ ക്യാൻസർ മാറുന്നതിന്. ഇളയ മകന് ഒരു ഗവൺമെൻറ് ജോലി ലഭിക്കുന്നതിന്. ഹെലൻ എൽസ ഷാജി, ചിറ്റേടത്ത് വീട്, മാവേലിക്കര, തോറ്റുപോയ വിഷയങ്ങൾ പഠിച്ച് എഴുതുവാൻ. അന്ധകാര ശക്തിയിൽ നിന്ന് മോചനം ലഭിക്കാൻ. നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും ലഭിക്കാൻ. എലിസബത്ത് ജോസഫ്, മുംബൈ, ശാരീരിക സൗഖ്യം കിട്ടാൻ, ജോസഫിന് ആരോഗ്യം ലഭിക്കുന്നതിന്. ജെയ്സൺ റിച്ചാർഡ് സൈമൺ, സ്ഥിരമായി ജോലി ലഭിക്കാൻ, ശാരീരികമായ സൗഖ്യം ലഭിക്കാൻ. ഏഞ്ചൽ പ്രീതിക്ക് സ്ഥിരമായി ജോലി ലഭിക്കാൻ വേണ്ടിയും. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടാനാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, പാപങ്ങൾ പൊറുക്കണമേ, നിലക്കാത്തിരക്ഷിക്കണമേ, ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മിഖായേലേ, ദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റഫായേലേ, മഹാത്മായ വിശുദ്ധ ഔസേപ്പേ, ശ്രീഹന്മാരായ വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, വിശുദ്ധ യോഹന്നാനേ, ഞങ്ങളുടെ പിതാവായ മാർ തോമായേ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നു, എങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തിയോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിന്റെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായം 42-44 തിരുവചനങ്ങൾ. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ നിൻ്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ
ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. പ്രിയ സഹോദരനെ, പരിശുദ്ധമ്മയുടെ വണക്കത്തിൻ്റെ ഈ 11-ാം ദിവസം നമ്മൾ ധ്യാനിക്കുന്നത് അമ്മ മാതാവ് എലീശോമയെ കാണുവാൻ പോകുന്ന സന്ദർഭത്തെയും അമ്മയുടെ പ്രേക്ഷിത തീഷ്ണതയെയും പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുത്തുകൊണ്ട് എലീശോമയുടെ എല്ലാ അപമാനങ്ങളും മാറ്റി സന്തോഷവതിയാക്കി അഭിമാനിതയാക്കി എലീശോമയെ കരുത്തോടെ സ്നേഹത്തോടെ ശുശ്രൂഷിക്കുന്ന പരിശുദ്ധമ്മയുടെ ലാളിത്യത്തെയും സമർപ്പണ മനോഭാവത്തെയുമാണ്. മംഗളവാർത്തയ്ക്ക് മറിയത്തിന് കൈമാറി കിട്ടുന്ന സന്ദേശമാണ് ഇളയമയായ എലീശോമ ഗർഭവതിയായിരിക്കുന്നു എന്നത്. സന്തോഷത്തോടെ അമ്മ മാതാവ് താൻ ഗർഭിണിയായി തുടങ്ങിയ ആദ്യ നിമിഷങ്ങളിൽ ഉള്ളിലൊരു സങ്കോചവുമില്ലാതെ തനിക്ക് ലഭിച്ച ദൈവകൃപയുടെ ആ തീഷ്ണത എലീശോമയുടെ ഭവനത്തിലേക്കുള്ള യാത്രയാക്കി മാറ്റുകയാണ്. ദൈവകൃപ ലഭിച്ചവരാണോ ദൈവനാമത്തെ പ്രഘോഷിക്കുന്നവരാകണം. അത് ദൈവിക സംസർഗത്തിലൂടെ നമ്മുടെ ജീവിതത്തെ കുറേ കൂടി എളിമയുള്ളതാക്കുവാൻ, ബലമുള്ളതാക്കുവാൻ നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കും. എലീശോമയുടെ അരികിലേക്കുള്ള അമ്മയുടെ യാത്രയെ നമ്മൾ കാണേണ്ടത് ഉടമ്പടിയോട് ചേർത്തുള്ള പ്രേക്ഷിത ജീവിതത്തെയാണ്. അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ നാം ഓരോരുത്തരും ദൈവാത്മാവിനാൽ പൂരിതരും ദൈവസ്നേഹത്തെ കൈമാറുന്നവരുമായി പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ദൈവാത്മാവിനെ കൈമാറുന്ന പ്രവൃത്തിയാണ് മരിയൻ ഉടമ്പടിയിലെ പ്രേക്ഷിത പ്രവൃത്തികളിലൂടെ സംഭവിക്കുന്നത്. ജോസഫച്ചൻ എപ്പോഴും പറയും, അത് ക്രിസ്തുവിനെ അറിയാത്തവരെ അറിയിക്കുന്നതും ക്രിസ്തുവിനെ പറ്റി അറിവുള്ളവർക്ക് ആ വിശ്വാസം ആഴപ്പെടുത്തി നൽകുന്നതുമാണെന്ന്. അമ്മയുടെ സന്ദർശനം എലീശോമയുടെ ഭവനത്തിലെത്തുമ്പോൾ എലീശോമ മറിയത്തോട് ഒന്നേ പറയുന്നുള്ളൂ, ദൈവദൂതൻ നിന്നോട് പറഞ്ഞതെല്ലാം വിശ്വസിച്ച നീ ഭാഗ്യവതിയെന്നാണ്. നമ്മൾ അമ്മ മാതാവിലൂടെ ഈ കാലഘട്ടത്തിൽ ലഭിക്കുന്ന അനുഭവങ്ങളെ ലോകത്തിന് പങ്കുവയ്ക്കപ്പെടുന്ന കൃപാസനം പത്രവുമായിട്ടാണ് മറ്റൊരു വ്യക്തിയിലേക്ക് പ്രേക്ഷിത പ്രവർത്തനവുമായി കടന്നു ചെല്ലുക. ഉടമ്പടി ധ്യാനങ്ങളെ പങ്കുവെച്ചുകൊണ്ട് ഷെയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രേക്ഷിത പ്രവർത്തനവുമായി കടന്നു ചെല്ലുക. ഡെയിലി ബ്രെഡും സാക്ഷ്യങ്ങളും അത് ആദ്യം കേട്ട് മനസ്സിലാക്കിയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും നമ്മൾ ഈ പ്രേക്ഷിത പ്രവർത്തനത്തിൽ പങ്കാളികളാവുകയാണ്. പക്ഷേ നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ, അത് വലിയ ദൈവാനുഭവങ്ങളിലേക്ക് ജീവിതങ്ങളെ നയിക്കുവാൻ കരുത്തുള്ളതാണ്. രാജി എന്ന മകൾ ഇന്നലെ ഈ അൾത്താരയിൽ ഒരു സാക്ഷ്യം പറഞ്ഞു. രാജി കൊല്ലത്ത് വേളാങ്കണ്ണി പള്ളിയിൽ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പത്രം കൊണ്ടുപോയി ഇങ്ങനെ കൊടുക്കുകയാണ്. രാജി എന്ന ഈ അക്രൈസ്തവ മകൾ അവിടെ ഇങ്ങനെ കൃപാസനം പത്രം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരമ്മച്ചി രാജിയുടെ മുൻപിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നു. രാജിയുടെ കണ്ണുകൾ പെട്ടെന്ന് അമ്മയിലുടക്കി. ഇങ്ങനെ അമ്മ തൻ്റെ മുമ്പിലൂടെ പോകുന്ന അത്ര നിമിഷം നോക്കിക്കൊണ്ട് നിന്നു. പെട്ടെന്ന് രാജിയുടെ മനസ്സിലൊരു വല്ലാത്ത ഒരു പ്രചോദനം ഇങ്ങനെ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. ഈ അമ്മയോട് സംസാരിക്കണം, ഈ അമ്മയോട് സംസാരിക്കണം. രാജി ഈ പത്രം വീണ്ടും ചിലർക്കിങ്ങനെ കൊടുത്ത് അമ്മ മാതാവിൻ്റെ ഇടപെടലുകളും വലിയ കാര്യങ്ങൾ സാധിച്ചു തരുവാനുള്ള അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഫലമായുള്ള സവിശേഷ സിദ്ധിയും ഒക്കെ പങ്കുവെച്ച് ഇതിങ്ങനെ കൈമാറിക്കൊടുക്കുകയും അവിടെ കണ്ട 2-3 ഏറ്റവും ദരിദ്രരായ സഹോദരങ്ങൾക്ക്
ഭക്ഷണപ്പൊതികൾ വാങ്ങി കൈമാറുകയും ചെയ്യുന്നു. ഭക്ഷണപ്പൊതി കൈമാറി തിരികെ വരുമ്പോഴുണ്ട് വീണ്ടും അതേ പ്രായമുള്ള അമ്മ തൻ്റെ കൺവെട്ടത്ത് കൂടെ ഇങ്ങനെ നടന്നു പോകുന്നു. രാജി 10-32 വയസ്സുള്ള മകള് ഓടിച്ചെന്ന് അമ്മയോട് ചോദിച്ചു, എന്ത് പറ്റി, എന്താ പേര്, എന്തു വേണം? ഇതാണ് രാജി ചോദിക്കുന്നത്. എന്തു പറ്റി, എന്താ പേര്, എന്തു വേണം? ഈ അമ്മ ആദ്യമായി കാണുന്ന ഈ ചെറുപ്പക്കാരിയായ ഈ മകളുടെ മുഖത്തിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ ക്യാൻസർ രോഗിയാണ്, വല്ലാത്ത ക്ലേശത്തിലൂടെ കടന്നു പോകുന്നു. അടുത്ത ദിവസം എനിക്കൊരു ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് രാജി ഈ അമ്മയോട് കാര്യങ്ങൾ തിരക്കുന്നു. അമ്മ പറയുന്നതൊക്കെയും സങ്കീർണമായ രോഗാവസ്ഥകളാണ്. ക്യാൻസറിൻ്റെ 3rd സ്റ്റേജ് കഴിഞ്ഞു നിൽക്കുന്നൊരു സ്ത്രീ. അമ്മ ആദ്യത്തെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ വീണ്ടും വയറിൻ്റെ ഉള്ളിൽ വലിയൊരു മുഴയുണ്ട്. അത് എടുത്തു കളയണമെന്ന് പറയുന്നു. അത് കുടലുകളെ ക്യാൻസർ ചെറുതായി ബാധിച്ചെന്ന് പറയുന്നു. അത് പുറത്തെടുത്ത് ബാഗിൽ വെച്ച് മോഷൻ അതിലൂടെ പോകുന്ന രീതിയിലെ കുറേ നാൾ ജീവിക്കാനാവൂ എന്ന് പറയുന്നു. അങ്ങനെ ഇതെല്ലാം കേട്ടതിൻ്റെ വലിയ വിഷമത്തിൽ ഒന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഈ അമ്മ എത്തിയതാണ്. ഉടനെ രാജി പെട്ടെന്ന് ഈ അമ്മയോട് ചോദിക്കും, അമ്മ, ഞാനൊരു കാര്യം പറഞ്ഞാൽ അമ്മ കേൾക്കുമോ? എൻ്റെ കൂടെ ഒന്ന് കൃപാസനം വരെ വരാമോ? ഇതാണ് ചോദിക്കുന്നത്. എൻ്റെ കൂടെ നമ്മ കൃപാസനം വരെ വരാമോ? ഉടനെ അമ്മ പറയും, ഞാൻ വീട്ടിൽ ചെന്നിട്ട് പറയാം, നാളെയൊന്ന് ആശുപത്രി പോകണം, ആശുപത്രി എന്ത് പറയുമെന്ന് കേട്ടിട്ട് ഞാൻ പറയാം. ഫോൺ നമ്പർ വാങ്ങി രാജി തിരികെ പോന്നു. തൻ്റെ ഫോൺ നമ്പർ എഴുതി കൊടുക്കുകയും ചെയ്തു. അടുത്ത ദിവസം വൈകുന്നേരം അമ്മ വിളിച്ച് രാജിയോട് പറയും, മകളെ, ഇനി എങ്ങോട്ടുമില്ല, രോഗം വല്ലാതെ കടുത്തുപോയി, അതുകൊണ്ട് ഞാൻ അടുത്ത ആഴ്ച ഓപ്പറേഷന് കയറുകയാണ്, ഇനി എപ്പോൾ നമ്മൾ കാണുമെന്ന് പോലും അറിയില്ല, അതുകൊണ്ട് മോളൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഉടൻ തന്നെ ഈ അമ്മയെക്കൊണ്ട് ഇവൾ ആ ആശുപത്രി ആ പള്ളിമുറ്റത്ത് വെച്ച് തന്നെ ഓൺലൈൻ ഉടമ്പടി എടുപ്പിച്ചിരുന്നു. പെട്ടെന്ന് ഇവളുടെ ചെവിയിൽ പറയുന്നു ആരോ, അമ്മയോട് സംസാരിക്കേണ്ട, വീട്ടിൽ മോളുണ്ടാകും, മോളോട് സംസാരിക്കുന്ന. ഉടനെ അമ്മയോട് ചോദിക്കും, വീട്ടിൽ മോളുണ്ടോ? ഉടനെ അമ്മ പറയും, ഉണ്ട്. മോളുടെ കയ്യിലൊന്ന് ഫോൺ കൊടുക്കുമോ, എനിക്കൊന്ന് സംസാരിക്കണം. രാജി ഈ മോളോട് സംസാരിക്കുവാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ അമ്മ മോൾക്ക് ഫോൺ കൊടുക്കുന്നു. ജൂബി എന്നവളുടെ പേര്. അവളും സാക്ഷ്യം പറയുമ്പോൾ കൂടെയുണ്ട്. രാജി മോളോട് പറഞ്ഞു, ചേച്ചി, ഞാൻ ഇന്നലെ അമ്മയെ പള്ളിമുറ്റത്ത് വെച്ച് കണ്ടതാണ്. അമ്മയുടെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. എന്തെങ്കിലും ആശുപത്രി പോവുകയല്ലേ, ഒത്തിരി ചികിത്സയുള്ളതല്ലേ, അമ്മയെ ഒരു ദിവസം എൻ്റെ കൂടെ ഒന്ന് കൃപാസനം വരെ പോകുവാൻ ഒന്ന് അനുവദിക്കുമോ? ഞാൻ പൊന്നുപോലെ കൊണ്ടുപോയി വീട്ടിൽ തിരികെ കൊണ്ടാക്കി തരാം, എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞയക്കുമോ? ഞാൻ പൊന്നുപോലെ കൊണ്ടുപോയി തിരികെ സുരക്ഷിതമായി കൊണ്ടുവന്ന് അമ്മയെ ആക്കി തരാം. അമ്മ മാതാവിനെ ഒന്ന് കാണിച്ച് ഒന്ന് ഉടമ്പടി എടുക്കാനാണ്. ജൂബി പറഞ്ഞു, ചേച്ചി, കാര്യങ്ങൾ ഇങ്ങനെയാണ്, ഒരു പ്രതീക്ഷയുമില്ല, ആകെ പ്രശ്നവും ഗുരുതരവുമാണ്. ചേച്ചി കൊണ്ടുപോകുന്നെങ്കിൽ നാളെ കൊണ്ടുപോയിക്കോ. അങ്ങനെ രാജി അടുത്ത ദിവസം ചെന്ന് അമ്മയെ വീട്ടിൽ നിന്ന് ഇവിടെ കൃപാസനത്തിൽ കൊണ്ടുവന്ന് അമ്മ മാതാവിനെ കാണിച്ച് ഉടമ്പടി എടുപ്പിച്ച് തിരികെ ഉടമ്പടി എടുക്കുവാനുള്ള ആരോഗ്യം പോലുമില്ല, തീരെ വയ്യാത്ത അവസ്ഥയിൽ. എങ്കിലും അമ്മ ഉടമ്പടി എടുത്ത് തിരികെ അമ്മയെ കൊണ്ടുപോയി വീട്ടിലാക്കി. ഈ അമ്മ പറയുന്നുണ്ട്, ഇവിടെ വന്ന് അമ്മയുടെ അരികിൽ വന്ന് അമ്മയെ ഒന്ന് കണ്ട് ദയനീയമായി നിലവിളിച്ച് എൻ്റെ രോഗക്ലേശങ്ങളെ മുഴുവനും കൊടുത്ത് അമ്മയോട് പറഞ്ഞു, കാത്തുകൊള്ളണേ, കാത്തുകൊള്ളണേ എന്ന് മാത്രമേ എനിക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിച്ച് ഞാനിവിടെ തിരികെ വീട്ടിലേക്ക് ചെന്നു. ഉടമ്പടി തൈലം എൻ്റെ ഉദരത്തിൽ ഞാനിങ്ങനെ കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന ദിവസം ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ രാജി എന്നോട് പറഞ്ഞു, ജോസഫ് അച്ഛനെ കാണാൻ പറ്റും, ഞാനൊന്ന് നോക്കട്ടെ. ആ ആശുപത്രി രേഖകൾ കാണിച്ച് അച്ഛനെ കാണുവാനുള്ള ചീട്ട് കിട്ടി. അച്ഛൻ ഇവിടെ വന്ന് സൈത്ത് പൂശി പ്രാർത്ഥിച്ചു. ഈ അമ്മ പറയുന്നുണ്ട്, എൻ്റെ സൈത്ത് പൂശി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ വയറിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഇളക്കം, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ വല്ലാതെ നിലവിളിച്ചാണ് തിരികെ ചെന്നത്. ഒരു കുഴപ്പവുമില്ലാതെ വീട്ടിലെത്തി. ആവേശത്തോടെ അമ്മയിൽ പൂർണ്ണമായി ശരണപ്പെട്ട് എൻ്റെ ഉദരത്തിൽ കുരിശടയാളം വരച്ച് ഞാൻ സൈത്ത് പൂശി ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അറിയാതെ
എൻ്റെ വയറിൽ ഞാൻ എപ്പോഴും 8 എന്നിങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു. അതെന്ത് എൻ്റെ മനസ്സിൽ ആദ്യം ഇങ്ങനെ വെറുതെ വിരൽ കൊണ്ട് 8 എന്നിങ്ങനെ എൻ്റെ ഉദരത്തിൽ ഇങ്ങനെ വരച്ചുകൊണ്ടിരുന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് 8 എന്നാണല്ലോ ഇത് വരയ്ക്കുന്നത്. കാരണം എൻ്റെ ഉദരത്തിനുള്ളിലെ ഈ മുഴ 17 സെൻറ്റിമീറ്ററിനധികമുണ്ട്. അതൊന്നും ചിന്തിച്ചല്ല ഞാൻ 8 എന്ന് വരച്ചത്. 2 ദിവസം കഴിഞ്ഞ് ഒരു ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ വിളിച്ചു പറയുന്നു, ഒരു 8 കാണുന്നുണ്ട്, ആരാണ് എന്താണെന്നറിയില്ല, ആ വിഷയം പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഒരു 8 കാണുന്നു, ആരാണ് എന്താണെന്നറിയില്ല, ആ വിഷയം പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാൻ ധ്യാനത്തിൽ ഞെട്ടിപ്പോയി. കാരണം എൻ്റെ ഉദരത്തിൽ പേന കൊണ്ട് 8 എന്ന് വരച്ചിരിക്കുന്നത് എനിക്കവിടെ കിടപ്പുണ്ട്. മോളോട് ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, മോളെ, അച്ഛൻ്റെ ധ്യാനത്തിൽ പറഞ്ഞത് എനിക്ക് വേണ്ടിയല്ലേ, എന്തോ ഇവിടെ സംഭവിക്കുന്നുണ്ട്. അച്ഛൻ അന്ന് സൈത്ത് പൂശിയ നിമിഷം മുതൽ എനിക്കിത് അനുഭവമുണ്ട്. 2 ദിവസം കഴിഞ്ഞു, ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടർമാർ ഓപ്പറേഷന് വേണ്ടി അകത്ത് കയറ്റി. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ മുഴ എടുത്ത് മാറ്റണം, കുടൽ പുറത്തേക്ക് ബാഗിലിടണം, കുറച്ച് നാളങ്ങനെ മോഷൻ പുറത്തുകൂടെ പോകുകയുള്ളൂ, ഇത്തിരി 2-3 റീകൺസ്ട്രക്റ്റീവ് സർജറികൾ ഉള്ളതാണ്, ഇത്തിരി പ്രയാസമുണ്ട്, ഇത്രയും പ്രായമുണ്ട്, അതുകൊണ്ട് എന്തും സംഭവിക്കാം, തയ്യാറായി വരണം എന്നാണ് വീട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ആശുപത്രിയിൽ ചെന്നു, സർജറിക്ക് വേണ്ടി തയ്യാറായി. ഡോക്ടർമാർ പറഞ്ഞു, നമുക്കൊന്ന് ആദ്യത്തെ സ്കാനിങ് കഴിഞ്ഞ് ആശുപത്രി സർജറിക്ക് വേണ്ടി കയറാമെന്ന്. സ്കാനിങ്ങിന് അമ്മയെ കയറ്റിയപ്പോൾ സ്കാനിങ് കഴിഞ്ഞ് പുറത്ത് ഡോക്ടർ വന്ന് ചോദിക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്തു, ഏത് ഡോക്ടറെ കണ്ടു, എന്ത് മരുന്ന് കഴിച്ചു? ഉടനെ വീട്ടുകാർ ചോദിച്ചു, എന്താ സാർ, വീണ്ടും പ്രശ്നമായോ? ഉടനെ പ്രധാന സർജൻ പറയുന്നു, ഉള്ളിലുള്ള ആ വലിയ മുഴ അതാകെ ചുരുങ്ങിയിരിക്കുന്നു. ഒരു 8 പോലെ വല്ലാതെ അത് ചുരുങ്ങി ചെറിയതായി അവിടെ മാറിയിരിക്കുന്നു. ചെറിയ ഒരു മുഴ മാത്രമേ ഉള്ളൂ. അത് നിസ്സാരമായി, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ കുഴപ്പമില്ല. എന്തായാലും വയറ് തുറക്കുകയാണ്, ബാക്കി അത് കഴിഞ്ഞ് മാത്രമേ പറയാനാവൂ. വീണ്ടും ഡോക്ടർ അകത്ത് ചെന്നു, ഓപ്പറേഷൻ തുടങ്ങി, എല്ലാം കഴിഞ്ഞ് പുറത്ത് വന്നു. എന്നിട്ട് ഈ മോളോട്, ജൂബിയോട് പറയുന്നു, മോളെ, നിങ്ങൾ എന്താ ചെയ്തേ, ഇതെന്താ ഇവിടെ സംഭവിച്ചേ? എല്ലാ റിസൾട്ടും നമ്മുടെ കയ്യിലുണ്ട്. 2 ആഴ്ച മുമ്പ് നമ്മൾ ഓപ്പറേഷന് വേണ്ടി ചെയ്തെടുത്ത മുഴുവൻ റിസൾട്ടുകളും കയ്യിലിരിക്കുന്നു. ഉദരം തുറക്കുമ്പോൾ അവിടെ ക്യാൻസറിൻ്റെ സെൽസ് ഒന്നുമില്ല, അവിടെ മുഴ വളരെ ചുരുങ്ങിയിരിക്കുന്നു. ഒരു ചെറിയ സർജറി കൊണ്ട് മുഴ മാത്രം എടുത്ത് വീണ്ടും ഞങ്ങൾ വയറടച്ചിട്ടുണ്ട്. ഇനി ഒരു കാര്യത്തിന് വേണ്ടിയും ആശുപത്രിയിലേക്ക് വരേണ്ട, പൂർണ്ണ സൗഖ്യമാണ്. ആശുപത്രിയിൽ നിന്നിറങ്ങി 1 മാസം എത്തുന്നതിന് മുമ്പ് ഈ അമ്മ മേരിക്കുട്ടിയും ഒപ്പം കൊണ്ടുചെന്ന രാജിയും സാക്ഷ്യം പറയുവാൻ വേണ്ടി ഈ അൾത്താരയിൽ വന്നു നിന്ന് പറയുന്നു, അന്ന് അമ്മ മാതാവിൻ്റെ തിരുമുറ്റത്ത് ഈ മകളെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നിവിടെ നിൽക്കില്ലായിരുന്നു. പ്രിയമുള്ളവരെ, പരിശുദ്ധമ്മ മാതാവ് എലീശോമയെ കാണുമ്പോൾ എത്ര കണ്ട് ആ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നിറയുന്നു. എളിമയോടുകൂടി താൻ ചെയ്യുന്ന ശുശ്രൂഷ ആ അമ്മയ്ക്ക് സഹായമായി തീരുന്നു. തന്നെ ദൈവത്തെ തന്നെ ഉദരത്തിൽ പേറുന്നവൾ ഒരു സാധാരണ വയോധികയുടെ അടുത്തെത്തി എളിമയോട് ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവനാമം എത്രത്തോളം മഹത്വപ്പെടുന്നു. പ്രേക്ഷിത പ്രവർത്തനത്തിന് എന്നും വലിയ പ്രതിഫലമുണ്ട്. രാജി എന്നൊരു മകൾ ഒരു വയോധികയായ അമ്മയെ ചെന്ന് കണ്ട് ഒന്ന് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞ് അമ്മ ഇവിടം വരെ എത്തി ഒരു ഉടമ്പടി എടുക്കുമ്പോൾ മരണത്തിലേക്ക് പോയിരുന്ന നിമിഷങ്ങളെ, ജീവിതത്തെ എത്ര സുന്ദരമായി ആരോഗ്യത്തിലേക്ക്, ആയുസ്സിലേക്ക് ഉടമ്പടി മാതാവ് സമയച്ചുരുക്കത്തിൽ കൈപിടിച്ച് നടത്തി. വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ വിശ്വസ്തയോടുകൂടിയാണ് ഉടമ്പടിയിൽ ജീവിക്കുന്നതെങ്കിൽ വലിയ കാര്യങ്ങൾ, അത്ഭുതകരമായ കാര്യങ്ങൾ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അവിടുന്ന് നമുക്ക് അനുവദിച്ചു തരും. അമ്മയുടെ സംരക്ഷണയിൽ ജീവിതത്തെ കൊടുത്തുകൊണ്ട് അമ്മ മാതാവ് എലീശോമയെ ശുശ്രൂഷിച്ചതുപോലെ നമ്മൾ കണ്ടുമുട്ടുന്നവർക്ക് സ്നേഹത്തിൻ്റെ, കരുണയുടെ, പ്രേക്ഷിത ചൈതന്യത്തിൻ്റെ, ദൈവാത്മാവിനെ പകരുന്ന ശുശ്രൂഷകരാകുവാൻ ഓരോ ദിവസവും നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കൃപാസന മാതാവ് നമുക്കതിനെപ്പോഴും കൃപയും ബലവും നൽകുമാറാകട്ടെ. ആമേൻ. തീയതി പരിശുദ്ധ ദേവമാതാവ് ഏലീശയെ സന്ദർശിക്കാൻ പ്രദർശിപ്പിച്ച 3 പ്രധാന പുണ്യങ്ങൾ. ഒന്നാമത്, വിസ്മരണീയമായ
ദൈവിക ശുഷ്കാന്തി. രണ്ടാമത് അഗാധമായ എളിമ. മൂന്നാമത് നിസ്തുലമായ പരസ്നേഹം. ആദ്യം സകല നന്മകളാലും സമ്പൂർണമായ മറിയം തൻ്റെ തിരുവുദരത്തിൽ രക്ഷിതാവിനെ ധരിച്ചതിൻ്റെ ശേഷം ഈ ലോകരക്ഷകൻ ഭൂലോകത്തിൽ എരിയപ്പനായിരുന്നു. ദൈവാഗ്നിയാൽ ജ്വാലയായി മലമ്പ്രദേശത്ത് തൻ്റെ ഇളയമ്മയായ ഏലിശയുടെ പക്കൽ തിടുക്കത്തിൽ പോയി. ഈ കന്യക തൻ്റെ തിരുഹൃദയത്തിൽ ജ്വലിച്ച ദൈവസ്നേഹ തിരോഗത്താൽ എത്രയോ ജാഗ്രതയോടെ ഇതിനു മനസ്സിലായി എന്ന് നാം ധ്യാനിക്കണം. ദൂരദേശത്തേക്കുള്ള യാത്രയായിരുന്നു. യാത്രാമധ്യേ ബുദ്ധിമുട്ടും കായാക്ലേശവും സഹിക്കേണ്ടി വന്നു. ഇവയൊന്നും പരിഗണിക്കാതെ ദൈവ തിരുമനസ്സിൽ എപ്രകാരം രക്ഷിതാവിൻ്റെ മുന്നോടിയായ വിശുദ്ധ യോഹന്നാൻ്റെ തിരുമാതാവിനെ ചെന്നു കാണാൻ ശീഘ്രത്തിൽ പോയി. ദൈവ ശുശ്രൂഷയിൽ ഉള്ളവരുടെ അടയാളം ഇതുതന്നെ. ഇങ്ങനെയുള്ളവർ ദൈവപ്രേരണയെ അനുവർത്തിച്ച് ആത്മീയ സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്ത് ദൈവനീതിയുടെ വഴിയിൽ എളുപ്പത്തിൽ നടന്നുകൊണ്ടുവരും. എന്നാൽ ദൈവ ശുശ്രൂഷയിൽ മന്ദന്മാരാണെങ്കിൽ പുണ്യവഴികൾ ഉത്സാഹപൂർവം നടക്കാതെ ക്ഷീണത്തോടും സങ്കടത്തോടും കൂടിയത്രേ ദൈവകാര്യങ്ങൾ നടത്തുന്നത്. നിങ്ങൾ ദൈവ ശുശ്രൂഷയിൽ ഉത്സാഹികളോ ഉദാസീനരോ എന്നു പരിശോധിപ്പിൻ. ഈ ഉദാസീനത മൂലം ഉളവാക്കുന്ന നാശം പിന്നീട് പരിഹരിക്കാൻ പാടില്ലാതെ വന്നേക്കാം. രണ്ടാമത്, ഈ പരമകന്യക ദൈവമാതാവാകയാൽ സകല ലോകങ്ങൾക്കും രാജ്ഞിയും എല്ലാ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും വണക്കത്തിന് ശുശ്രൂഷയ്ക്കും അർഹയും ആയിരുന്നു. ആ നാഥ പോലും വിശുദ്ധ ഏലീശാമ്മയെ ചെന്ന് കണ്ട് ഉപചരിച്ച് അതിശയകരമായ എളിമയോടെ ആ അമ്മയ്ക്ക് പരികർമ്മം ചെയ്തു. സ്ത്രീകളിൽ ആശീർവദിക്കപ്പെട്ടവളായിരുന്നിട്ടും എല്ലാ സ്ത്രീകളിലും ഉയർന്ന സ്ഥാനം കൈക്കൊണ്ടിരുന്നിട്ടും തന്നെ എല്ലാവരേക്കാൾ താഴ്മയുള്ളവളായി മാത്രം ആ അമ്മ കരുതുകയും അതിനനുസരണയായി പെരുമാറുകയും ചെയ്തിരുന്നു. ഈ പരമനായികയുടെ പ്രവൃത്തിയും നമ്മുടെ പ്രവൃത്തിയും തമ്മിൽ എത്രയോ വ്യത്യാസം. ഈ രാജ്ഞിയുടെ എളിമയ്ക്കും നമ്മുടെ അഹങ്കാര തന്നിഷ്ടങ്ങൾക്കും തമ്മിൽ എത്രയോ അനന്തരം. ഈ മാതാവ് വരപ്രസാദ സമ്പൂർണയും സകല സൃഷ്ടികളിലും ഉന്നതമായിരുന്നിട്ടും എല്ലാവരുടെയും കണ്ണുകൾക്കും തന്നെ ഏറ്റവും താഴ്ത്തുന്നതിന് ആഗ്രഹിച്ചിരുന്നു. നേരെ മറിച്ച് എല്ലാവിധ പാപങ്ങളും നിറഞ്ഞിരിക്കുന്ന എല്ലാ അഹങ്കാരത്തിൻ്റെയും ആധിക്യത്താൽ എല്ലാവരുടെയും കൺമുൻപാകെ വലിയവരായി കാണപ്പെടാനും അവരാൽ സ്തുതിക്കപ്പെടാനും ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. മൂന്നാമത്, ദൈവമാതാവ് വിശുദ്ധ ഏലീശാമ്മയോട് കൂടെ വസിക്കാൻ ചെയ്ത പുണ്യങ്ങളും പ്രദർശിപ്പിച്ച സമാകൃതമായുകയും പറഞ്ഞറിയിപ്പാൻ പ്രയാസം. അധികമായ സ്നേഹത്തോടും ജാഗ്രതയോടും കൂടെ ഏലീശാമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ട് എല്ലാ വക ഉപചാരങ്ങളും കൊണ്ടുവന്നു. നാമും ഈ പരമരാജ്ഞിയെ കണ്ടുപഠിച്ച് നിഷ്പടമായ സ്നേഹത്തോടെ അന്യരുടെ ആവശ്യങ്ങളിൽ സഹായിപ്പാനും തന്നെ മറ്റെല്ലാവരാലും സ്നേഹിപ്പാനും അവരോട് ഐക്യം സമാധാനവുമായി ഇരിപ്പാനും നല്ല ലക്കോടെ അവരുടെ കാര്യങ്ങൾ വിചാരിച്ച് സമസ്തവും ദൈവത്തിൽ സമർപ്പിക്കാനും ഉത്സാഹമുള്ളവരായിരിക്കണം. ദൃഷ്ടാന്തം. ഏത് ദേശങ്ങളിലുമുള്ള സത്യവിശ്വാസികൾ പൂർവകാലം മുതൽക്കേ പരിശുദ്ധ കന്യകയുടെ അതിഭക്തരായിരുന്നു. തങ്ങളുടെ ദേശങ്ങളിൽ പലയിടങ്ങളിലും വിശേഷമായ ദേവാലയങ്ങളും അതിൽ ശോഭനങ്ങളായ പീഠങ്ങളും ഈ പരമനായികയെക്കുറിച്ച് സ്ഥാപിച്ചിട്ടുള്ളത് നമുക്ക് അറിവുള്ള സംഗതിയാണല്ലോ. ഈദൃശമായ ഭക്തിയിൽ ഇത്താലിയ ദേശവാസികളെ അധകരിച്ചു വരില്ല. തിരുസഭയുടെ തലസ്ഥാനമായിരിക്കുന്ന റോമാ നഗരത്തിൽ
ഈ ഭക്തിവിശ്വാസങ്ങൾ സവിശേഷം വിളങ്ങുന്നു. എല്ലാ വീടുകളിലും ദൈവമാതാവിൻ്റെ പടം വച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, എല്ലാ തെരുവുകളിലും ഈ നാഥയുടെ പ്രതിമകൾ പൂജ്യമായി സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. ആ നഗരിയിൽ തന്നെ ഈ മാതാവിൻ്റെ നാമത്തിൽ അനേകം പള്ളികൾ പണിയിച്ചിട്ടുണ്ട്. ഈ പള്ളികളിലെല്ലാം വർഷം തോറും തിരുനാൾ കേമമായി കൊണ്ടാടി വരുന്നു. ഇവയിൽ അധികം കീർത്തിയുള്ളത് മാജോർ എന്നുള്ള ദൈവമാതാവിൻ്റെ പള്ളിയാകുന്നു. ഈ ദൈവാലയത്തിൻ്റെ സ്ഥാപനം സംബന്ധിച്ച് നടന്ന അത്ഭുത സംഭവമാണ് താഴെ കാണുന്നത്. ധനസമ്പത്ത് ധാരാളം ഉണ്ടായിരുന്നെങ്കിലും പുത്രസമ്പത്തില്ലായിരുന്ന യോഹന്നാൻ പത്രീസിയോസ് എന്ന ആളും അദ്ദേഹത്തിൻ്റെ ഭാര്യയും സ്വത്തുക്കളെല്ലാം ദൈവമാതാവിൻ്റെ സ്തുതിക്കായി വ്യയം ചെയ്യാൻ തീർച്ചപ്പെടുത്തി. ഏത് ധർമ്മവിഷയത്തിലേക്ക് ഇത് വിനിയോഗിക്കണമെന്ന് അറിയാനായി മാതാവിനോട് പ്രാർത്ഥിച്ചു വന്നിരുന്നു. പരിശുദ്ധ മാതാവ് അവരുടെ അപേക്ഷ സ്വീകരിച്ച് വേനൽക്കാലത്തിൽ ഒരു രാത്രിയിൽ ആ നഗരിയിലുള്ള ഒരു മലയിൽ ഉറച്ച മഞ്ഞ് അത്ഭുതകരമായി പെയ്യ്ക്കുകയും ആ രാത്രിയിൽ തന്നെ യോഹന്നാനും അയാളുടെ ഭാര്യയ്ക്കും മാർപ്പാപ്പയ്ക്കും പ്രത്യക്ഷയായി എസ്കിലീനോസ് എന്ന മലയിൽ ഉറച്ച മഞ്ഞ് വീണിരിക്കുന്ന സ്ഥലത്ത് തൻ്റെ നാമത്തിൽ ഒരു പള്ളി പണിയിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം മാർപ്പാപ്പ അനവധി ജനങ്ങളോടും ഒട്ടേറെ വൈദികരോടും കൂടെ പ്രസ്തുത സ്ഥലത്ത് പോയി അത്ഭുതമായി പെയ്ത മഞ്ഞ് കണ്ട് മാതാവിൻ്റെ ആഗ്രഹപ്രകാരം അവിടെ തന്നെ പള്ളി പണി ആരംഭിച്ചു. മുൻ പറഞ്ഞ ഭക്തരുടെ ചെലവിലാണ് പള്ളിയുടെ പണി നടത്തിയത്. മിശിഹ പിറന്ന തിരുത്തൊഴുത്ത് പൂജ്യമായി സ്ഥാപിച്ചിരിക്കുന്നത് ഈ പള്ളിയിലാകുന്നു. വിശുദ്ധ ലൂക്ക ഏവൻഗേലിസ്ത എഴുതിയിട്ടുള്ളത് പരിശുദ്ധ മറിയത്തിൻ്റെ പടവും ഈ ദേവാലയത്തിൽ തന്നെയാണ്. അനവധി ജനങ്ങൾ ആ തിരുപ്പടം വണങ്ങുന്നതിനായി പോവുക പതിവായിരുന്നു. ആ തിരുപ്പടത്തിൽ പരിശുദ്ധ കന്യകയുടെ തിരുമുഖത്തിൽ സൗന്ദര്യവും കരുണയും വിനയവും സ്ഫുരിക്കുന്നതായി കാണാം. മാതാവിൻ്റെ മടിയിലിരിക്കുന്ന ഉണ്ണീശോയുടെ രൂപം വിസ്മയനീയമായ വടിവിലുള്ളതാണ്. ഈശോ ഇടം കൈയിൽ ഒരു പുസ്തകം വച്ചുകൊണ്ട് വലം കൈ ആശീർവദിക്കുന്നത് പോലെ നീട്ടിയിരിക്കുന്നു. ഈ തിരുപ്പടം ഭക്തിയോടെ നോക്കി ധ്യാനിക്കുന്നവരിൽ ഒരുവനിൽ പോലും തൽക്കാലത്തേക്കെങ്കിലും ദൈവസ്നേഹാഗ്നി എരിയാതിരിക്കുകയില്ല. ക്രിസ്ത്യാനികളെ, ദൈവമാതാവിൻ്റെ തിരുപ്പടം നിങ്ങളുടെ ഭവനങ്ങളിൽ പൂജ്യമായി സ്ഥാപിക്കുകയും ഈ നാഥയെ ഭക്തിപൂർവ്വം സ്മരിക്കുകയും വേണം. ജപം. പരിശുദ്ധ കന്യകയെ അങ്ങേ ഇളയമ്മയായ വിശുദ്ധ എലീശയെ അങ്ങ് ചെന്ന് കണ്ട് സംസാരിച്ചപ്പോൾ ആ സുഹൃതിനി സന്തോഷ നിമഗ്നയായി നിന്റെ വചനം എന്റെ ചെവിയിൽ വീണ ഉടനെ എന്റെ ഉദരത്തിലുള്ള പ്രജ സന്തോഷത്താൽ കുതിച്ചു ചാടി എന്ന് ഉച്ചരിക്കുന്നതിന് ഇടയാക്കിയ അങ്ങേ ആ തിരുവാക്യം കേൾക്കാൻ എനിക്ക് ഇടവരുമെന്ന് ശരണപ്പെടുന്നു. എന്നാൽ ആ ഭാഗ്യം എനിക്ക് സിദ്ധിക്കുന്നത് വരെ ഈ കണ്ണുനീരിന്റെ സ്ഥലത്ത് അങ്ങേ തിരുനാമം ഞാൻ ഉച്ചരിച്ചുകൊണ്ടിരിക്കും. മറിയമേ, അങ്ങേ മഹിമയേറുന്ന തിരുനാമം എപ്പോഴും എൻ്റെ നാവിൽ ഉദിക്കുന്നതിന് അങ്ങ് എനിക്ക് കൃപ ചെയ്ത് എൻ്റെ സന്തോഷവും സഹായവും ഭാഗ്യവുമായിരിക്കണമേ. മറിയമേ, അങ്ങേ സങ്കേതത്തിൽ ഒരുവനെങ്കിലും നിരാശപ്പെടുകയില്ല. എത്രയും നീള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ സഹായം അപേക്ഷിച്ചവരിൽ ഒരുവനെയും നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയ കന്യകെ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തെ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തിൽ ഞാൻ അണയുന്നു. അവതരിച്ച വചനത്തിൻ്റെ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടുള്ളണമേ. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധ മറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ.
അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധ മറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധ മറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെപ്പോഴും നീക്കാം. ആമേൻ. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, അജ്ഞാനികൾ മുതലായ ദുരാത്മാക്കൾ മനസ്സ് തിരിയാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, സത്യരാജാക്കന്മാർ പ്രഭുക്കൾ തമ്മിൽ സമാധാനമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ വേദപാലകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, തൻ്റെ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ, സുഹൃദേവം. പരിശുദ്ധ മറിയമേ, സത്യദൈവമായ ഈശോ മിശിഹായോടുള്ള സ്നേഹത്താൽ എൻ്റെ ഹൃദയം ജ്വലിപ്പിക്കണമേ.
പരിശുദ്ധ മറിയമേ, പരിശുദ്ധ മറിയമേ, സത്യദൈവമായ സത്യദൈവമായ ഈശോ മിശിഹായോടുള്ള ഈശോ മിശിഹായോടുള്ള സ്നേഹത്താൽ എന്റെ ഹൃദയം ജ്വലിപ്പിക്കണമേ. പരിശുദ്ധ മറിയമേ, പരിശുദ്ധ മറിയമേ, സത്യദൈവമായ ഈശോ മിശിഹായോടുള്ള സ്നേഹത്താൽ എന്റെ ഹൃദയം ജ്വലിപ്പിക്കണമേ. സൽക്രിയ. വൈരവും പിണക്കവും ഉള്ളവരെ സമാധാനപ്പെടുത്തണം.